സ്കൂൾ വെക്കേഷൻ ടൈം അല്ലേ? ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടോ കാടിന് നടുവിൽ ബഹളങ്ങളൊന്നുമില്ലാതെ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കണ്ട് അത്യാവശ്യം നല്ലൊരു റിസോർട്ടിൽ താമസിക്കണോ? നെല്ലിയാമ്പതിയിലെ ഹിൽ വാലി റിസോർട്ട് അതിന് പറ്റിയൊരു സ്ഥലമാണ്. അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഈ പ്രാവശ്യം. ബിസി ലൈഫിൽ നിന്ന് ഒരു ബ്രേക്കൊക്കെ എടുത്ത് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് നെല്ലിയാമ്പതി. കഴിഞ്ഞ തവണ ഞങ്ങൾ നെല്ലിയാമ്പതിയിൽ വന്നപ്പോൾ താമസിച്ചത് ഹിൽ വാലി എന്ന റിസോർട്ടിലായിരുന്നു. മുൻകൂട്ടി വിളിച്ച് റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നെല്ലിയാമ്പതിയിലെ കൈകാട്ടി എന്ന സ്ഥലത്ത് ഹിൽ വാലിയുടെ തന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ എത്താനാണ് റിസോർട്ടിൽ നിന്ന് നമ്മളോട് പറയുക. ഈ കാണുന്നതാണ് കൈകാട്ടി. ഇവിടെ തന്നെയാണ് ഇവരുടെ പാർക്കിങ്ങും വരുന്നത്. വണ്ടികൾ ഈ ഏരിയയിൽ പാർക്ക് ചെയ്യുന്നത് സേഫാണ്. ഇവിടെ നമ്മളെ റിസീവ് ചെയ്യാൻ ഹിൽ വാലിയുടെ തന്നെ സ്റ്റാഫ് ഉണ്ടാവും. പിന്നെ ഇവരുടെ ബൊലേറോ ക്യാമ്പറിൽ നമ്മുടെ റിസോർട്ടിലേക്ക് കൊണ്ടുപോകും. നമ്മൾ വരുന്ന വണ്ടി 4-wheel ഡ്രൈവ് ആണെങ്കിൽ മാത്രം റിസോർട്ടിലേക്ക് അതെടുത്ത് പോവാം. അല്ലെങ്കിൽ റിസോർട്ടിൽ തന്നെ 4-wheel ഡ്രൈവ് ക്യാമ്പർ തന്നെയാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം ഓഫ് റോഡ് റൈഡ് ഉണ്ട് ഈ റിസോർട്ടിലേക്ക്. വൈകുന്നേരം വളരെ ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ കൈകാട്ടിയിലെത്തിയത്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ ഇരുട്ട് വീണിരുന്നു. ക്യാമ്പറിൽ കയറിയപ്പോൾ തന്നെ റിസോർട്ട് സ്റ്റാഫ് പറഞ്ഞിരുന്നു ഭാഗ്യമുണ്ടെങ്കിൽ പോകുന്ന വഴിയിൽ ഒരു ആനയും കുട്ടിയും കാണാമെന്ന്. പക്ഷേ ഭാഗ്യം ഉണ്ടായില്ല. ഈ വഴിയാണ് അവർ ഇറങ്ങിപ്പോയത്. ഓഫ് റോഡ് റൈഡ് ഇഷ്ടമുള്ളവർക്ക് ഈ വഴി വരുന്നത് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു യാത്രയായിരിക്കും. വരുന്ന വഴിയിൽ താഴെയായി കുറേ സാമ്പാർ ഡിയർ നിൽക്കുന്നതും കണ്ടിരുന്നു. 2 പേർക്ക് താമസിക്കാവുന്ന രവിവർമ്മ സ്യൂട്ട് റൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അത്യാവശ്യം കൊള്ളാവുന്ന റൂമൊക്കെയാണ്. ഒരു ദിവസത്തേക്ക് പെർ ഹെഡ് 2000 രൂപയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ ഇന്നിനി വേറെ പരിപാടികളൊന്നുമില്ല. കുളിച്ച് ഫ്രഷായി നേരെ ഡിന്നർ കഴിക്കാനിരുന്നു. നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു ഡിന്നറിന്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡാണ് 2 ദിവസവും ഞങ്ങൾക്ക് ഇവിടെ നിന്നും കിട്ടിയത്. രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റു. വേനൽ തുടങ്ങിയത് കൊണ്ട് തന്നെ കോടമഞ്ഞ് കുറവാണ്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് രാവിലെ തന്നെ. ഞങ്ങളിവിടെ ചുറ്റിലൊക്കെ ഒന്ന് കറങ്ങി കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങി. ഈ റിസോർട്ടിൽ തന്നെ വേറെ റൂം ബുക്ക് ചെയ്തവർ ഇന്നലെ രാത്രിയിൽ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത ഏരിയ ആണിത്. ഈ റിസോർട്ടിന് ചുറ്റിലും ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട് കേട്ടോ. രാത്രിയിൽ വന്യമൃഗങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വരുന്ന കാര്യത്തിൽ പേടി വേണ്ട. ഇവിടെയുള്ള ഓരോ കോട്ടേജിനും പ്രത്യേകം പേര് നൽകിയിട്ടുണ്ട് കേട്ടോ. രവിവർമ്മ ബംഗ്ലാവ് ആണിത്. ഞങ്ങൾ താമസിച്ച രവിവർമ്മ സ്യൂട്ട് റൂമാണ് നേരെ കാണുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ റൂമിന് നേരെ പിന്നിലായിട്ടാണ് ഇവരുടെ മൗണ്ടൈൻ വ്യൂ കോട്ടേജ് വരുന്നത്. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെയുള്ള കോട്ടേജുകളിലെല്ലാം ഗസ്റ്റുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് അടുത്ത് പോയി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ മൗണ്ടൈൻ വ്യൂ കോട്ടേജിന് മുന്നിലുള്ള മരങ്ങളിലെല്ലാം പഴങ്ങൾ പഴുത്തിരിക്കുന്ന ടൈമാണിത്. സ്ഥിരമായി വേഴാമ്പലുകൾ ഈ പഴങ്ങൾ കഴിക്കാൻ ഇവിടെ വരാറുണ്ടെന്ന് പറഞ്ഞ് മാനേജർ അതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു തന്നിരുന്നു. ഇപ്പോൾ മുകളിൽ കാണുന്ന ഈ കോട്ടേജുകളിൽ നിന്നെല്ലാം മാറി ഇവിടെ ഒരു കപ്പിൾ കോട്ടേജും ഉണ്ട്. അതുപോലെ തന്നെ താഴെ കോഫി പ്ലാന്റ്സിൻ്റെ ഇടയിൽ വേറെ 2 കോട്ടേജുകളുണ്ട്. അവിടെയും ഗസ്റ്റുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ പോയി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നിങ്ങൾ ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിന് പറ്റിയ ഐറ്റംസും നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കാണാം. ഇവിടെ കണ്ടില്ലേ ഒരു മലയണ്ണാൻ. മലബാർ ജയൻറ്റ് സ്ക്വിറൽ അല്ലെങ്കിൽ ഇന്ത്യൻ ജയൻറ്റ് സ്ക്വിറൽ എന്നൊക്കെ വിളിക്കുന്നവരാണ് ഇവർ. അണ്ണാൻ്റെ വർഗ്ഗത്തിൽ തന്നെ ഏറ്റവും വലിപ്പവും സൗന്ദര്യമുള്ളവരാണ് ഇവർ. കൂടുതൽ സമയവും മരത്തിന് മുകളിൽ തന്നെയായിരിക്കും കഴിയുന്നത്. കേരളത്തിലെ പശ്ചിമഘട്ട വനങ്ങളിലാണ് ഇവരെ കൂടുതലായിട്ട് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. ഇതാണ് ഗ്രേ ഫ്രണ്ടഡ് ഗ്രീൻ പീജിയൻ. ഈ കാണുന്നത് ഇതിൻ്റെ മെയിലാണ്. ഇത് അതിൻ്റെ ഫീമെയിലും. സാധാരണ ഒറ്റയ്ക്കായോ കൂട്ടമായോ ഒക്കെയാണ് ഇവരെ കാണാൻ കിട്ടുക. പഴങ്ങളും ചെറിയ കായ്കളും ഒക്കെയാണ് പ്രധാന ഭക്ഷണം. ഇങ്ങനൊരു മരംകൊത്തിയെ ഇതിനു മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് സ്ട്രീക്ക് ത്രോട്ടഡ് വുഡ് പെക്കർ, മഞ്ഞക്കാഞ്ചി മരംകൊത്തി. ഇതിൻ്റെ മെയിലിനാണ് ഇതുപോലെ ചുവപ്പും മഞ്ഞയും കലർന്ന തൂവലുകൾ തലയിലുണ്ടാവുക. ഫീമെയിലാണെങ്കിൽ കറുപ്പ് തൂവലുകൾ മാത്രമായിരിക്കും തലയിലുണ്ടാവുക. ഈ ഇലകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഒളിച്ചു കളിക്കുന്ന ഒരാളെ കണ്ടോ? ഇതാണ് വൈറ്റ് ബെല്ലീഡ് ട്രീ പൈ, കാട്ടൂഞ്ഞാലി എന്ന് വിളിക്കും. നമ്മുടെ നാട്ടിൽ കാണുന്ന ഓലഞ്ഞാലിയെ പോലെയില്ലേ? ഉണ്ടാവും. കാരണം ഇവരെല്ലാം കാക്കകൾ ഉൾപ്പെടുന്ന കോർവിഡെ ഫാമിലിയിൽപ്പെടുന്നവരാണ്. ഇന്ത്യയിലെ നിത്യഹരിത അർദ്ധഹരിത കാടുകളിൽ സ്ഥിരമായി കാണപ്പെടുന്നവരാണ് ഇവർ. ഇതാണ് ബ്ലൂ വിങ്ഡ് പാരക്കീറ്റ്, നീലത്തത്ത എന്നൊക്കെ വിളിക്കും. ഫീമെയിലാണ്.
റിസോർട്ടിനടുത്തുള്ള പേരക്ക മരത്തിൽ വന്നിരുന്നതാണ്. ഇവരുടെ മീൽ പാരക്കീറ്റിനെ കാണാനാണ് കൂടുതൽ ഭംഗി. പച്ച തൂവലുകൾക്ക് പകരം ചാരനിറവും നീല നിറവും കലർന്നതായിരിക്കും ഇവരുടെ തൂവലുകൾ. കൊക്കിൻ്റെ മുകൾ ഭാഗം ഓറഞ്ചും താഴെ മഞ്ഞയും കറുപ്പും കലർന്നിരിക്കും. ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ കുരങ്ങന്മാരുടെ പ്രസൻസ് കൂടുതലാണ് ഈ ഏരിയയിലൊക്കെ. ഇവരാണ് സിംഹവാലൻ കുരങ്ങുകൾ. വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രമാണ് ഇവരെ കാണുന്നത്. എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷായി ഞങ്ങൾ നെല്ലിയാമ്പതിയിലെ കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങി. ആദ്യം തന്നെ കിട്ടിയ ഒരു ബാർക്കിംഗ് ഡിയർ, കേഴമാൻ. നെല്ലിയാമ്പതിയിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഈ തേയിലത്തോട്ടത്തിനും കാപ്പിത്തോട്ടത്തിനും ഇടയിലൂടെയൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അധികവും ഇവരെ കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് മ്ലാവുകളും. ദാ മരത്തിന് മുകളിൽ നമ്മൾ കരിങ്കുരങ്ങ് എന്ന് വിളിക്കുന്ന ഒരു നീലഗിരി ലങ്കൂർ ഇരിക്കുന്നു. കേരളം, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ നീലഗിരി കുന്നുകളിലാണ് ഇവരെ കൂടുതൽ കാണാൻ കഴിയുക. നല്ല മിനുസമുള്ള കറുത്ത രോമങ്ങളും സ്വർണ്ണ നിറമുള്ള രോമങ്ങൾ നിറഞ്ഞ തലയുമാണ് ഇവരുടെ പ്രത്യേകത. നെല്ലിയാമ്പതിയിൽ വന്നിട്ട് വേഴാമ്പലിനെ കണ്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാവും? ദ ഗ്രേറ്റ് ഹോൺബിൽ. വേഴാമ്പലുകളിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു വിഭാഗമാണിവർ. നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് ബേർഡ്. കേരളം മാത്രമല്ല, അരുണാചൽ പ്രദേശിൻ്റെയും സ്റ്റേറ്റ് ബേർഡാണ് ഈ വേഴാമ്പലുകൾ. കൂട്ടിൽ മുട്ടയിട്ട് അടയിരിക്കുന്ന പെൺവേഴാമ്പലിന് ഭക്ഷണം തേടി ഇറങ്ങിയതാണിവൻ. പിന്നെ ആൺവേഴാമ്പലുകളെയും പെൺവേഴാമ്പലുകളെയും തിരിച്ചറിയുന്നത് ആൺവേഴാമ്പലുകൾക്ക് കണ്ണിൻ്റെ നിറം ചുവപ്പും പെൺവേഴാമ്പലുകൾക്ക് കണ്ണിൻ്റെ നിറം വെളുപ്പുമായിരിക്കും. ഇങ്ങനെ മരത്തിൻ്റെ കൊമ്പുകളിലൂടെ ചാടി ചാടി പോകുന്നത് ചെറിയ ജീവികളെ തിരഞ്ഞാണ്. അങ്ങനെ ചെറു ജീവികളെ കിട്ടിക്കഴിഞ്ഞാൽ അവയെ പിടിച്ച് കൂട്ടിലിരിക്കുന്ന ഇണയ്ക്കും കുഞ്ഞിനും കൊണ്ടു കൊടുക്കും. അങ്ങനെ വേഴാമ്പലിനെ അതിൻ്റെ വഴിക്ക് വിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കാരാട്ടുപാറ തൂക്കുപാലത്തിനടുത്തേക്കാണ്. അടുത്തുള്ള കടയിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ച് വണ്ടിയിൽ കുറേ നേരം വിശ്രമിച്ച് താഴോട്ടിറങ്ങി നോക്കി ഞങ്ങൾ. വെക്കേഷൻ്റെ തിരക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അധികം ആളുകളുണ്ടായിരുന്നില്ല. ഇവിടെ ഈ പുഴയിൽ നിറയെ പലതരത്തിലുള്ള മീനുകളെ കാണാം നമുക്ക്. പ്രത്യേകിച്ച് പേരുകളൊന്നും എനിക്കറിയില്ല. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. മീനിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പേരുകളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. കുറച്ച് സമയം പുഴയുടെ സൈഡിലൊക്കെ നിന്ന് മീനുകളുടെയൊക്കെ വീഡിയോ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. രണ്ട് വശത്തും കാപ്പിത്തോട്ടങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കാപ്പിത്തോട്ടത്തിൽ മ്ലാവിനെ കാണാമെന്നത് ദേ നിൽക്കുന്നു ഒരെണ്ണം. ഫീമെയിലാണ്. അതിനടുത്തായി തന്നെ നല്ലൊരു മെയിലും ഉണ്ടായിരുന്നു. കനത്ത തോതിലുള്ള വേട്ടയാടലുകൾ കാരണം വംശനാശ ഭീഷണിയുള്ള ഇവരെ 2008 മുതൽ IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിൽക്കുമ്പോഴാണ് അതുവഴി പോയവർ പറഞ്ഞത് നെല്ലിയാമ്പതിയിലെ ടീ എസ്റ്റേറ്റിനടുത്തുള്ള വീടുകൾക്ക് പിന്നിലായിട്ട് ചില്ലിക്കൊമ്പൻ നിൽക്കുന്നുണ്ടെന്ന്. നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. ദാ നിൽക്കുന്നു. 3-4 കൊല്ലമായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച മുതലാണ് ഈ നിൽക്കുന്നത്. ഇവിടെയുള്ളൊരു വീടിന് പിന്നിലെ പ്ലാവിൽ നിന്നും ചക്ക പറിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. വേനൽക്കാലമായി ചക്കയും മാങ്ങയും ഒക്കെ പഴുത്തു തുടങ്ങുമ്പോൾ ഇവ നെല്ലിയാമ്പതിയിലെത്തും. ശാന്തമായ സ്വഭാവമാണ് പൊതുവെ. ഇവിടെയുള്ള തോട്ടങ്ങൾക്കും വീടുകൾക്കുമൊക്കെ അടുത്തായി അങ്ങനെ ചക്കയൊക്കെ പറിച്ച് തിന്ന് നടക്കുകയാണ്. ചിലപ്പോഴൊക്കെ തേയിലത്തോട്ടങ്ങളിലും കാപ്പിത്തോട്ടങ്ങളിലൊക്കെ ആയി കിടന്നുറങ്ങുന്നതും കാണാം. ഒരുപാട് ഫാൻസ് ഉണ്ട് ഇവന്. പണ്ടൊരിക്കൽ വൈദ്യുതാഘാതമേറ്റ് മരണത്തിൻ്റെ വക്കിലെത്തി അവിടെ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവനാണ് ചില്ലിക്കൊമ്പൻ. പൊതുവെ ശാന്ത സ്വഭാവക്കാരനാണെങ്കിലും ആളുകൾ അടുത്ത് പോകുന്നത് ചില്ലിക്കൊമ്പനെ പ്രകോപിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇടയ്ക്ക് ആളുകൾ പറയുന്നത് കേട്ടു, അടുത്ത് പോയാലും അവനൊന്നും ചെയ്യില്ല എന്ന്. കാട്ടാനയാണ്, അതൊരു വന്യജീവിയാണ്. മനുഷ്യനടക്കം മറ്റു മൃഗങ്ങളൊന്നും ഒരു പരിധിക്കപ്പുറം കടന്ന് അടുത്തേക്ക് വരുന്നത് ആനകൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലായാലും ആനയിൽ നിന്ന് എപ്പോഴും സേഫായ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തന്നെ നിൽക്കണം. വെറുതെ അപകടങ്ങൾ വിളിച്ചു വരുത്തരുത്. കനത്ത ചൂടിൽ നിന്നും രക്ഷ നേടാനായി ആനകൾ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് ഈ മണ്ണിൽ കുളിക്കുന്നത്.
നമ്മളൊക്കെ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് പോലെ. ചില്ലിക്കൊമ്പനെ അവൻ്റെ വഴിയെ വിട്ട് ഞങ്ങൾ തിരിച്ച് യാത്ര തുടർന്നു. വൈകുന്നേരം ആവാറായി. അധികം ഇരുട്ടുന്നതിന് മുന്നേ തന്നെ തിരിച്ച് റിസോർട്ടിലെത്തണം എന്നായിരുന്നു പ്ലാൻ. പക്ഷേ ദേ പിന്നെ വേഴാമ്പൽ. ഞങ്ങൾക്ക് നേരെ മുകളിലായിട്ടാണ് നിൽക്കുന്നത്. താഴെ നിൽക്കുന്ന ഞങ്ങൾ കുറച്ചു നേരം ശബ്ദമുണ്ടാക്കാതെ അനങ്ങാതെ നിന്നപ്പോൾ ഇവൻ മെല്ലെ പറന്ന് താഴേക്ക് വന്ന് ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഒരു ഉണങ്ങിയ മരക്കൊമ്പിലിരുന്നു. ഞങ്ങളിൽ നിന്ന് ഏകദേശം ഒരു 15-20 മീറ്റർ മാത്രം അകലെയായിട്ടാണ് വന്നിരുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വേഴാമ്പലിന് ഇത്രയും അടുത്ത് കാണുന്നത്. എന്ത് ഭംഗിയാണെന്നൊരു അടുത്തുനിന്ന് കാണുമ്പോൾ. ആദ്യമൊക്കെ ഞങ്ങൾ കരുതിയത് വെറുതെ ഈ മരത്തിന് മുകളിൽ വന്നിരുന്ന് മരത്തലിയൊക്കെ ഇളക്കി നോക്കുകയാണെന്നാണ്. അല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിനുള്ളിൽ നിന്ന് ഒരു എലിയെ പുറത്തേടിച്ചു. ഇവൻ പുറത്തിറങ്ങി ഓടിയ എലിയുടെ പിന്നാലെ പറന്ന് താഴെ ഇറങ്ങി അതിനെ പിടിച്ചു. അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു കേട്ടോ. കണ്ടോ, ഈ എലിയെയാണ് പുറത്ത് ചാടിച്ചത്. ബ്രീഡിംഗ് സീസണിൽ വേഴാമ്പലുകൾക്ക് ആരോഗ്യം നിലനിർത്താനും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം തേടിപ്പിടിച്ച് കൊണ്ടുകൊടുക്കാനും ധാരാളം പ്രോട്ടീൻ ആവശ്യമാണ്. എളുപ്പത്തിൽ പിടിക്കാൻ കഴിയുന്ന പ്രോട്ടീൻ സ്രോതസ്സാണ് ഈ എലി പോലെയുള്ള ചെറിയ ജീവികൾ. കാണുമ്പോൾ ഈ എലിയുടെ കാര്യമൊക്കെ ഓർത്ത് നമുക്കൊരു സങ്കടമൊക്കെ വരും അല്ലേ? പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് പ്രകൃതിയുടെ നിയമം. അങ്ങനെ ഇന്നലത്തെ ത്രില്ലിംഗ് ആയിട്ടുള്ള കാഴ്ചകളുടെയൊക്കെ വിശേഷങ്ങൾ പറഞ്ഞ് റൂമിൽ വന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ക്യാമറ എടുത്ത് ഒന്നുകൂടെ ഇറങ്ങി നോക്കി. ഇന്നലെ മാനേജർ പറഞ്ഞ വേഴാമ്പൽ ഇന്നെങ്ങാൻ വന്നാലോ എന്ന് ഓർത്തിട്ട്. ഏകദേശം 100 ഏക്കർ തേയിലത്തോട്ടത്തിനുള്ളിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ സദാസമയം കിളികളുടെയും മലയണ്ണാൻ്റെയും ഒക്കെ ശബ്ദം കേട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. എന്തായാലും ഇന്ന് ഞങ്ങൾക്ക് അധിക സമയം കാത്തു നിൽക്കേണ്ടി വന്നില്ല. ഇതാ കണ്ടോ, ആളെത്തി. ഈ റിസോർട്ടിൻ്റെ ഒരു ചിൽഡ്രൻസ് പ്ലേയിങ് ഏരിയ ഉണ്ട്. അതിന് മുകളിലായിട്ടാണ് ആദ്യം വന്നത്. ഞങ്ങൾ ക്യാമറയെല്ലാം എടുത്ത് ഓടിപ്പിടിച്ച് അങ്ങോട്ടെത്തിയപ്പോഴേക്കും താഴേക്ക് പറന്നുപോയി. ഇതും ആൺവേഴാമ്പൽ തന്നെയാണ്. ഫീമെയിലിന് ഭക്ഷണം അന്വേഷിച്ച് വന്നതായിരിക്കും. ഞങ്ങൾ രാവിലെ ക്യാമറയും കൊണ്ട് നിന്ന ഏരിയയുടെ നേരെ ഓപ്പോസിറ്റുള്ള മരത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അധിക നേരം ഇങ്ങനെ ഷൂട്ട് ചെയ്തിരിക്കാൻ ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇന്ന് രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്യേണ്ടതാണ്. ഇതാണ് കേട്ടോ ഇവരുടെ ഡൈനിങ് ഏരിയ. ഇവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ കഴിക്കുന്നത്. പുട്ടും കടലക്കറിയും പുഴുങ്ങിയ മുട്ടയും പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും പപ്പടമൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. അത്യാവശ്യം കാഴ്ചകൾ കിട്ടിയ കാം ആൻഡ് ക്വയറ്റായ നല്ല 2 ദിവസമായിരുന്നു ഞങ്ങളുടെ ഹിൽ വാലി താമസത്തിൻ്റെ ഹൈലൈറ്റ്. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അടുത്ത വീഡിയോയുമായി കാണാം.